ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമയുടെ എൻ്റെ ഒപ്പീനിയൻ പറയാനായിട്ടാണ്. ഇരിഞ്ഞാലക്കുട മാസ് തിയേറ്ററിൽ ഞാൻ മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ കണ്ടു. ഒരു വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ലിജോ പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമ. അതായത് ഒരു നൊസ്റ്റാൾജിയ അടുപ്പിക്കുന്ന സിനിമ. അപ്പോൾ നൊസ്റ്റാൾജിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല്ലുട്ടി എന്ന് പറയുന്ന സിനിമ പോലെയാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. പക്ഷേ അതുക്കു മേലെ ഉള്ളൊരു സിനിമ, ഒരു നൊസ്റ്റാൾജിയ അടുപ്പിക്കുന്ന ഒരു സിനിമ. ഞാനും എൻ്റെ അപ്പച്ചനും അപ്പച്ചൻ്റെ ചേട്ടൻ, അതായത് എൻ്റെ വല്യപ്പച്ചനും കൂടിയിട്ടാണ് മൂൺ വാക്ക് കാണാൻ പോയത്. ബാബുൽപ്പച്ചൻ വളരെ ഹാപ്പിയാണ്. കാരണം അവരുടെ കാലഘട്ടത്തിലുള്ള ഒരു സിനിമയാണിത്. അവരുടെ ന്യൂ ജനറേഷൻ, അവരുടെ കാലഘട്ടത്തിലുള്ള ന്യൂ ജനറേഷൻ പിള്ളേരുടെ കഥ പറയുന്ന ഒരു സിനിമ. പുറത്തിറങ്ങി വണ്ടിയിലുള്ളിൽ കയറിയപ്പോൾ ബാബുൽപ്പച്ചൻ ഇങ്ങനെ വളരെയേറെ ചിരിച്ച് ഉല്ലസിച്ചിട്ട് പറഞ്ഞു, ഇതാട സിനിമ, ഇങ്ങനെയാവണട സിനിമ എന്ന് പറഞ്ഞു. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് ചേട്ടനും അനിയനും കൂടി കാണാൻ പോയിട്ടുണ്ട് നമ്മുടെ മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട്. അത്ര അധികം ഇഷ്ടപ്പെട്ടു. ഇത് 80 കിഡീസിന്, ഇന്ന് ഒരു 50-56 വയസ്സുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലത്തെ ഒരു സിനിമ. ഞാൻ വീണ്ടും പറയാം, പടത്തിൻ്റെ പേര് മൂൺ വാക്ക്. ലിജോ പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മൂൺ വാക്ക്. ഒരു അടാറ് ചിത്രം, സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 80കളിലും 90കളിലും അവിടുത്തെ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതും, പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നുള്ളതും, പിന്നെ 80കളിലെ പ്രണയം എങ്ങനെയാണെന്നും കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, 50-60 വയസ്സുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഫാമിലി ഓഡിയൻസും ഈ പടം മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ കാണണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷയാണ്. എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങളിത് കണ്ടാൽ മതി. കാരണം അവർക്കിത് ഇഷ്ടപ്പെടും. എനിക്ക് 100% ഉറപ്പുണ്ട് അവർക്ക് ഇത് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സിനിമയാണ്. അവരുടെ 80കളിലെയും 90കളിലെയും ആൾക്കാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു, ഓക്കെ.